എല്ലാ കൂട്ടുകാർക്കും മല്ലൂസ് ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കുവൈറ്റിലുള്ള എല്ലാ പ്രവാസികളും ബയോമെട്രിക്കിൻ്റെ പുറകിലാണ് അല്ലേ. ഒരു 3 മാസം മുമ്പാണ് ഞാൻ ബയോമെട്രിയുടെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതും പോയി ചെയ്യുന്നതും. അന്ന് ഒട്ടും തിരക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രവാസികൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ 1-2 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നും അതുപോലെ തന്നെ ആ കറണ്ട് സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും. പക്ഷേ ഇപ്പോഴും കുറേ ആൾക്കാർ വന്നിട്ട് കുറേ സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്കിപ്പോൾ അപ്പോയിൻമെൻറ്റ് സാഹിൽ ആപ്പ് വഴി എടുക്കുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇതെടുക്കാൻ സാധിക്കും എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൽ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ ഇത് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് സാഹിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്ത ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇത് അറബിക്കിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്കത് മനസ്സിലാകത്തില്ല എന്താ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത് ക്ലോസ് ചെയ്യാൻ നിൽക്കണ്ട. അത് പതുക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. അത് ക്ലോസ് ചെയ്യാതെ തന്നെ നിങ്ങൾ ബാക്കിലേക്ക് നേരെ ചെല്ലുക. ചെന്നതിന് ശേഷം നിങ്ങളുടെ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടില്ലേ. ജനറൽ സെലക്ട് ചെയ്യുമ്പോൾ ജനറലിനകത്ത് കീബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും. കീബോർഡിൻ്റെ അകത്ത് നിങ്ങൾ കീബോർഡ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ അറബിക് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അറബിക് എന്ന് പറഞ്ഞ ലാംഗ്വേജ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഡിലീറ്റ് ചെയ്ത് ഡൺ എന്ന് കൊടുക്കുക. ഡണ്ണ്. ഇനിയിപ്പോൾ അറബിക് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അറബിക് ആഡ് ചെയ്യണം കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും തിരിച്ച് നമ്മുടെ സാഹിൽ ആപ്പിലേക്ക് തന്നെ വന്ന് നോക്കുക. വരുമ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ അറബിക്കിൽ എഴുതിയിരിക്കുന്ന സംഭവം നേരെ ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടില്ലേ. അതല്ല സെലക്ട് ചെയ്യേണ്ടത്. താഴെ അപ്പോയിൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. താഴെ അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ അപ്പോയിൻമെന്റ് സെർച്ച് ചെയ്യാനും ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ബുക്കിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. അവിടെ മിനിസ്ട്രി ഓഫ് ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് എന്ന് പറയുന്ന എംബ്ലം ഉണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ നിങ്ങൾ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഇന്റീരിയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ കാണിക്കുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻസ്. നിങ്ങൾ അത് സെലക്ട് ചെയ്യുന്നു. അത് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റ് കാണിക്കുന്ന ബയോമെട്രിക് ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിട്ടും. അവിടെ ബ്രാഞ്ച് ചോദിക്കുന്നുണ്ട്, റിക്വയർമെന്റ്സ് ചോദിക്കുന്നുണ്ട്. ബ്രാഞ്ച് എന്ന് പറഞ്ഞ സംഭവത്തിൽ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ അറബിയിലായിരിക്കും എല്ലാ സെന്റേഴ്സും എഴുതി കാണിക്കുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോമെട്രിക് ചെയ്യുന്ന സെന്ററുകളാണ്. അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണും. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സെന്ററുകളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ടൈമിങ്ങും അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഫുൾ ഇതായിരിക്കും, റെഡിങ്ങിലായിരിക്കും കാണിക്കുന്നത്. ഒന്നും തന്നെ അവൈലബിൾ ആയിരിക്കത്തില്ല. പക്ഷെ നിങ്ങളൊരു പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ റെഡിങ് മാറി ഗ്രീനിങ് ആകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ടൈമിങ്ങിൽ, അതായത് 8 to 9, 10 to 11, 12 to 1 ഈ ടൈമിങ്ങുകളിൽ, അത് 3 മണിക്ക് ശേഷം അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പോ ആയിട്ട് നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയമാണ് കേട്ടോ. ആ സമയത്തേക്ക് കുറച്ച് പേർക്കൊക്കെ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിങ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക. ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഉണ്ടല്ലേ, നിങ്ങളിപ്പോൾ കണ്ടതുപോലെയാണ് നമുക്ക് സാഹിൽ ആപ്പ് വഴി നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് 2 ആപ്ലിക്കേഷനാണുള്ളത്. ഒന്ന് മെറ്റാ പോർട്ടൽ വഴി, അതുവഴി എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതെന്ന് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സാഹിൽ ആപ്പാണ്. പക്ഷേ മെറ്റാ പോർട്ടൽ വഴിയുള്ള ഇത് നമുക്കിപ്പോൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുവഴി ചെയ്ത് നോക്കിയാലും ഇത് സെയിം സിറ്റുവേഷൻ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ഇതാണ് കാണിക്കുന്നത്, അൺഅവൈലബിൾ ആണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സാഹിൽ ആപ്പിലും ഇത് സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഈ ഒരു ടൈമിങ്ങിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ടൈമിങ്ങിൽ നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ ടൈമിൽ തന്നെ കയറി നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് കിട്ടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ തുടരെ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ടൈമിങ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ടൈമിങ്ങിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ആ ടൈമിങ്ങിൽ പോയിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ കിട്ടും. ഇപ്പോൾ ഈ ജൂൺ 1 മുമ്പായിട്ട് ചെയ്യണമെന്നുള്ള നിർബന്ധമാണ്.
അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പെൻഡിങ് ആണ് കേട്ടോ ഈ സംഭവം ചെയ്യാനായിട്ട്. ഏകദേശം 4 ലക്ഷത്തോളം ആൾക്കാർ പെൻഡിങ് ആണ് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, തുടർച്ചയായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതാണ് കേട്ടോ. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, കുവൈറ്റിൻ്റെ കാണാൻ കാഴ്ചകൾ, വിശേഷങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നല്ല വീഡിയോസ് എനിക്ക് ഇനിയും നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.